ഗെയിം. അപ്പോൾ നമ്മൾ ഇന്ന് റാങ്ക് പുഷിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റിനം 3 സ്റ്റാർ വരെയാണ് എത്തിയിട്ടുണ്ടായിരുന്നു. ആ കളിയാണ് ഞാൻ 5 സ്റ്റാർ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വീഡിയോ ഇടാൻ പറ്റിയില്ല. കാരണം എൻ്റെ അതിൽ കുറേ പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ലാഗ് പിന്നെ അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. അത്രയും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഇറങ്ങാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എക്സ്പോർട്ട് ഞാൻ Free Fire India is set. Let's test out my invention on the battlefield. നിങ്ങളിത് നോന്നൊക്കെ ചെയ്ത് തുടങ്ങുന്ന ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിലില്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടിട്ട്. നിങ്ങൾ അങ്ങനത്തെ ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടും. ഞാൻ റൂൾസ് കളിക്കുമ്പോൾ എപ്പോഴും കണ്ടിട്ടുണ്ട് നോന്ന് പേരുകളെടുത്ത് നോ എന്നൊരു പേര് തുടങ്ങാം. അത് കുറേ നമ്പറുകൾ ഇതൊക്കെ ആയിട്ട് അതിൻ്റെ അടുത്ത് ഞാൻ മിക്കവരും കണ്ടോ ചോപ്പ. അവിടെ ഇരിക്കുന്നത് എനിമയല്ലേ? അവിടുന്ന് ഈ അവിടെ ഇവിടെ ഇവന്മാര് പാല് പിടിച്ചിട്ടുള്ളവന്മാര് ഭയങ്കര ശല്യാടാ. അവന്മാര് ഇവനെ വാളും കൊണ്ട് വീശി 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 ഇങ്ങനെ വരും. അവിടെ ഓടണേന് മുന്നേ കണക്കടിച്ചിട്ട് പോകും അവന്മാര്. ഈ ഫ്രീ ഫയർ തുടങ്ങുന്നത് ഈ ഫ്രീ ഫയറിന്ന് വാള് തുടങ്ങുമ്പോ തന്നെ വാള് കിട്ടണ റിമൂവ്. എന്റെ പട്ടി ഞാൻ റിക്വസ്റ്റ് ഇടുമ്പോ ആരും എടുത്തില്ല. കാരണം ഞാൻ അടിച്ചു കൊടുക്കുന്നു. പിന്നെ കടി കൂടെ ഓടിപ്പോക്കോ. ഞാനിപ്പോ കുറച്ച് സീനായിട്ട് നിങ്ങളെ പേര് കളി കുറച്ച് അപ്പുറത്ത് നല്ല സീൻ പ്ലേസാണ് തോന്നുന്നു. അപ്പുറത്ത് നല്ല അടിപൊളി പ്ലേസാന്ന് പറഞ്ഞാ തോന്നുന്നത്. മരം അങ്ങനെയാണ് കണ്ടിട്ടാണ്. എങ്ങനെ അടിച്ച എനിക്കതൊന്നും കാണണം. എന്നെ എങ്ങനെ അടിച്ചേ? ഇവിടെ ഇരിക്കണം അടിച്ചേ. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഇവന്മാര് നമ്മളെത്ര അടി അടിക്കുന്നുണ്ടാവും. എന്നാലില്ലേ അവന്മാര് നമ്മളടിച്ചിട്ട് നമ്മളില്ലേ എലിമിനേഷൻ റീപ്ലേ നോക്കിക്കഴിഞ്ഞാലില്ലേ അവര് നമ്മൾ 2 അടി അടിക്കുള്ളൂ. 2 അടിക്ക് നമ്മൾ ചത്തുപോയി. എന്താണ് അങ്ങനെ എനിക്കറിയില്ല. നിനക്കറിയെങ്കിൽ പറയട്ട. എനിക്കറിയണത് എന്താണ് അങ്ങനെയെന്ന്. നമ്മള് AWM വെച്ചൊരു കളി കളിക്കാൻ പോവാണ്. ഒരു AWM എന്താന്നറിയോ, അവിടെ പോയാൽ ഡ്രോപ്പ് എടുക്കാനുള്ള ധൈര്യം എനിക്കില്ല. ഞാൻ അത്ര വലിയ പ്രോയൊന്നുമില്ല. എനിക്ക് വേഗം എനിക്ക് അമ്മ കളി തുടങ്ങട്ടാ. സ്കൂപ്പ് ഇട്ടിരിക്കുന്നു അവന്മാര്. ആരെങ്കിലും ഒന്നൊരു വീടാ. അവന്മാർക്കൊക്കെ ഒരു സ്വഭാവം. നമ്മളെ മാത്രം വീഴില്ല, അവര് നമ്മള് റിവൈവ് ചെയ്യണം. ഞാൻ നാളെ ഒരു PR കളിക്കാൻ പോയതാ. അവന്മാരില്ലേ അവന്മാര് എന്നിട്ട് എന്നെ റിവൈവ് ചെയ്യാൻ പറഞ്ഞപ്പോ അവരൊന്നും മിണ്ടില്ല. എന്നെ റിവൈവ് ചെയ്തില്ല. എന്നിട്ട് അവനെന്ന് ചത്തപ്പോ വിളിച്ചു പറയണു റിവൈവ് കറ. നേരം ഓടി വരുന്നത്. ഇവിടുന്ന് ഓടി വന്ന് ഞാൻ അവിടെ എത്തുന്നതിന് മുന്നേ ഇവിടേക്ക് ഓടിയിട്ടുണ്ട്. എന്തായാലും ഈ കളി ജയിക്കും എനിക്ക് അത്ര ഉറപ്പൊന്നുമില്ല. ഇത് ജയിക്കും. നല്ല പഠിച്ചറിയ ഓടി ചെന്നതാ. അവിടെ ഇതിക്കൂടെ പോയിട്ടാ ഞാൻ ഇതിനകത്ത് സൂക്ഷിച്ചു കളിച്ചോ. മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ വരുന്നുണ്ട് കേട്ടാ. അടുത്ത വീഡിയോ മിക്കവാറും മൈൻക്രാഫ്റ്റ് ആയിരിക്കും.
അല്ലേ ഫ്രീ ഫയർ ആയിരിക്കും. എങ്ങനെ പോയാലും ഏതെങ്കിലും ഈ 2 ഗെയിമിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും. പുതിയൊരു ഗെയിം നമ്മൾ ഇതുവരെ അങ്ങനെ കളിക്കാൻ കണ്ടുപിടിച്ചിട്ടില്ല. എന്നിട്ടാണ് ചുമര് പൊട്ടിയേ കുത്തിപ്പിടിച്ച് ചുമര് പൊട്ടിക്കുന്നുണ്ട് ഇപ്പൊ. SVD എനിക്ക് തോന്നുന്നു അത് നല്ല ചോയ്സാണ്. അത് നമുക്ക് ദൂരത്തു നിന്നൊക്കെ ഇങ്ങനെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഹെഡ്ഷോട്ട് കയറും. അത് കാരണം നമുക്ക് അടുത്തുനിന്നാണ് 2 അടി അടിച്ചാൽ മതി, അപ്പോഴേക്കും ആൾ ചാവും. SVD അടിപൊളിയാണ്. ഞാൻ ഇന്നലെ ഒരു കളി കളിച്ചു. ഇതാണെന്നറിയോ, ഇതിങ്ങനെ വന്നിട്ട് ഒത്തന്നെ ഇങ്ങനെ ഓടി വന്ന് എൻ്റെ മുന്നിൽ നിൽക്കണം. ഞാൻ ഒറ്റ അടി അടിച്ചു. ഇങ്ങനെ വെച്ചൊരു അടി അടിച്ചു. അവൻ്റെ തലയ്ക്ക് തന്നെ ഉണ്ട്. അവൻ ഒറ്റ ചാട്ടം ചാടിയതാ. അവിടെ ഈ ഒരു എനിമീനല്ലേ ഞാൻ കണ്ടപ്പോ. ഐ തിങ്ക് ദാറ്റ്സ് ആൻ എനിമി. പിന്നെ അവിടെ ഇരുന്നു എൻ്റെ സാധനങ്ങൾ എനിക്ക് മാത്രം ഒരുത്തനെ കൊണ്ടുണ്ട്. നല്ല കാര്യം. കൊല്ലല്ലോ എന്താ 2 ആൾക്കാരെ അടിയത് ഇഷ്ടമല്ല. ഒരു നേരത്തെ ഒരാൾ അടിക്കാൻ പാടുള്ളൂ. സിനിമയിലൊക്കെ ഒരാൾ അടിക്കുള്ളൂ. ഫ്രീ ഫയറിൽ മാത്രം ഉണ്ടായിരുന്നു. ഫ്രീ ഫയറിൽ മൂവിയൊക്കെ കണ്ടിട്ട് ഇപ്പൊ റീസ്റ്റാറിന് അടിക്കിട്ടോ. ഇപ്പൊ റീസ്റ്റാർ കളി എടുക്കും. ഇപ്പൊ റീസ്റ്റാർ അടിക്കണ പോലെ വളക്കിട്ട് അതിൻ്റെ ഇടയ്ക്ക് അടിക്കും. ഇപ്പൊ റീസ്റ്റാർ ഔട്ടാള് 3, 2, 1 restart. Hello, restart. നിങ്ങൾക്ക് വല്ല ഗെയിമിംഗ് ടിപ്സ് അറിയാമെങ്കിൽ എന്നോടൊന്ന് പറയട്ടെ. എനിക്ക് വല്ലതും അറിയാമെങ്കിൽ ഒന്ന് പറ. അങ്ങനെ വലിയ ഗെയിംസിന്റെ ടിപ്സ് ഒന്നും വേണമെങ്കിൽ അങ്ങനെ ഒരു AWന്റെ ടിപ്സ് കിട്ടിയാൽ മതി. AW നമ്മളതിലിപ്പോൾ 13 ഉണ്ടാണുള്ളത്. 13 ഉണ്ടെങ്കിൽ എല്ലാവരും കൊല്ലാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുള്ളത്. അത് നമ്മൾ AW നമുക്ക് കളിക്കണം. അത് നമുക്ക് വലിയൊരു ചലഞ്ചാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് AW നമുക്ക് ഒട്ടും കളിക്കാറില്ല. സോ നമ്മൾ നല്ലൊരു കളി എടുക്കണം. ഈ സാധനടാ മാറിക്കളാ മാറുടാ. എടാ ആരെങ്കിലും ഒന്ന് പൊക്കറാ. അവന്മാർക്കൊക്കെ അവിടെ എന്തിനാ പണി? എല്ലാരും കൂട്ടം കൂടി ഇങ്ങനെ നിൽക്കും. എന്റെ ഹെൽത്ത് എന്താ ഇങ്ങനെ കുറയുന്നത്? എലിവാണം വിടുന്ന പോലെ ഹെൽത്ത് കുറയുന്നു ഇവന്മാരെ കൊണ്ട്. അവിടെ AWM ആണവൻ പിടിച്ചിരുന്നത്. ഇവന്മാരെ കൊണ്ട് കോപ്പ് കാണിക്കാൻ പറ്റും. ഒറ്റ AWM വെച്ചവൻ എന്നെ തന്നെ കൊണ്ട. അപ്പൊ അവന്മാർ എന്ത് കോപ്പ് കാണിക്കാനാ? ഞാൻ അവരൊക്കെ കളിയാക്കണ്ടല്ലോ കേട്ടാ. അപ്പം പറഞ്ഞവരൊക്കെ കളിയാക്കേണ്ടതാണ്. എന്നാലും എൻ്റെ ഒരു മര്യാദക്ക് ഞാൻ കളിയാക്കുന്നില്ല. എനിക്കിപ്പോൾ ഒരു AWM ഉള്ളൂ. എങ്ങനെയെങ്കിലും അവിടെ വെച്ചിട്ട് തന്നെ 2 AWM ആവുന്നത്. എന്താ എനിക്ക് അതിനുള്ള സ്പീഡ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ പോയാലും അവിടെ ഒന്ന് എത്തണം. മാറിക്കണം ഒന്ന് ഓടിപ്പോണം. എനിക്ക് അവിടെ നിന്ന് ടച്ച് ചെയ്തിട്ട് പോണ പോലെ പോണെങ്കിൽ എന്നാലും എനിക്ക് ഇത് എടുക്കാൻ പറ്റുള്ളൂ. ഡബിൾ AWM കിട്ടി. നമുക്കിപ്പോൾ ഡബിൾ AWM ആണ് കയ്യിലിരിക്കുന്നത്. ഇപ്പോൾ ഡബിൾ AWM ഉണ്ടെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് കളിയണം. എപ്പോഴാണെങ്കിലും അവന്മാർ അടിവരും. ഡബിൾ AWM പോവും. മരെല്ലാവരുടെ കയ്യിലും MP40. ഒരു 4 സ്ഥലം ഉണ്ടെങ്കിൽ 4 സ്ഥലത്ത് 4 പേരെ വരും. 4 പേരും 4 സ്ഥലത്തായിട്ടാണ് നിൽക്കുക. ഒരുത്തൻ അട്ടത്തു നിന്ന് അടിക്കും, ഒരുത്തൻ ഇപ്പുറത്തു നിന്ന് അടിക്കും, ഒരുത്തൻ ഏതോ മുക്കിൽ നിന്ന് അടിക്കും.
Double takedown. അടുത്ത കളിയെങ്കിലും എടുക്കാം. അടുത്ത കളി എന്ന് പറഞ്ഞാൽ ഒരു ചേച്ചിന് കളിയില്ല. കണ്ട, ഇതാണ് ഇവന്മാരുടെ പ്രശ്നം. കളിക്കാൻ പറഞ്ഞതിനറിയില്ല, ഒരെണ്ണത്തിന് പോലും അറിയില്ല. 4 പേരുണ്ടെ 4 പേർക്ക് അറിയില്ല. സ്റ്റാർ പറഞ്ഞു എത്ര കഷ്ടപ്പെട്ടുണ്ടായ സ്റ്റാറാന്നറിയാം. ഇന്നലെ ഫുള്ളിന്ന് ഉണ്ടാക്കിയ സ്റ്റാർ അത്. ഇന്നലെ ഫുള്ളിരുന്നല്ല, ഇന്നലെ ആ ഒരു വീഡിയോ നിങ്ങളിപ്പോ അത് കണ്ടോ എനിക്കറിയില്ല. ഞാൻ എന്തായാലും കണ്ടു. 3 ഹെഡ് എക്സ്പെർട്ട്, 4 പേർക്ക് ഞാൻ റൂട്ടോ കാരണം ഈ കളി കഴിഞ്ഞു. ഇത് ഞാൻ ഏറ്റവും വലിയ കളി എടുക്കാൻ പോവാ. ഇത് എനിക്ക് കളിക്കാൻ അറിയാത്ത കളി ഞാൻ എടുക്കാൻ പോവാ. ഒരു മിനിറ്റ് ഞാനിപ്പോ കണ്ടത് സാസ്കേനല്ലേ. അനങ്ങറാ ലെഗ് ഡിസേബിൾഡ് ആണെന്നുണ്ട്. നമുക്ക് 1 ലക്ഷ്യമുള്ളൂ. ഓട്ടം ചാടണ ഓട്ടം എല്ലാം ഓട്ടം വേണം. സാസ്കേ സീനാണെന്നുണ്ടാ. സാസ്കേയാണ് അടിച്ചേ. സാസ്കേ അങ്ങോട്ട് വിട്ടുണ്ട്. സാസ്കേ അതെടുത്തൊരു എറി കൊടുക്ക്, അപ്പൊ എല്ലാവരും ചാവും. നമ്മളിറങ്ങി കളിക്കേണ്ടി വരും എന്നാണ് ഒരു തോന്നല്. Double takedown. എടാ ഓടി വാടാ, ഞാനിവിടെ നോക്കല്ല. അവനെ പേടിച്ച് വെക്കണ്ടാ, കൊല്ലടാ അവനെ. സാസ്കേ അത്ര പാവം സാസ്കേ. സാസ്കേ ഇപ്പൊ ഞാൻ റൂട്ടാണ് കഴിക്കേണ്ടി. M500 കുത്തിപ്പിടിച്ചാണെങ്കിൽ കൊന്നില്ല, അത് മതി. ഇതാണ് സാസ്കേക്ക് വലിയ പേരാനുള്ളൂ. നമ്മുടെ പേരിന്റെ അത്ര ശീലല്ല. ഗെയിമർ മന്തി ചാനലിന്റെ പേര് മാറ്റി ചെയ്തിട്ടാലോ. എനിക്ക് തോന്നുന്നത് അത്യാവശ്യം ലെങ്തി വീഡിയോ ആവും. അത് കാരണം നമുക്കൊരു പ്ലാറ്റിനം 1 സ്റ്റാർ വരെ എത്തിക്കാൻ പറ്റുള്ളൂ. നല്ലൊരു ലെങ്തി വീഡിയോ ആവും. ഇപ്പൊ തന്നെ ഏതാണ്ട് ഒരു 12 മിനിറ്റിന്റെ അടുത്ത് വന്നിട്ടുണ്ട് വീഡിയോ. എങ്ങനെ പോയാലും 2 സ്റ്റാർ അടിക്കാൻ പറ്റില്ല നമുക്ക്. 1 സ്റ്റാറാണ് അത് പ്രതീക്ഷ. എന്നിട്ടാണ് പറന്നു പോകുന്നത്. അവിടേക്ക് സാൻഡിലോട്ടാ. സോണിന്റെ ഉള്ളിൽ പോയി ചാവാനാണോ? അങ്ങനൊന്നും പറയാൻ പാടില്ല. നമ്മളിങ്ങനെ സത്യം പറ്റിയൊന്നും പറയാൻ പാടില്ല. ഇങ്ങനെ ഒരു ചരന്തീനിടുക. അവന്റെ കയ്യിൽ അങ്ങനെ അടിച്ചു നോക്കട്ടെ. അങ്ങനെ ഓടി വരുന്നു. അപ്പൊ ഒരു ചലഞ്ച് വന്നു. ഹെഡ് ഷോട്ടാ. നമ്മൾ പറഞ്ഞില്ലല്ലോടാ എന്നെ ഹെഡ് ഷോട്ട് അടിച്ചത്. എന്നൊക്കെ ദൈവം നോക്കിക്കോളൂടാ. തുടക്കത്തില് ടീംമേറ്റ്സിനൊന്നും ഇംപ്രസ് ചെയ്യാനത് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിനാണ് പെണ്ണ് നടത്തുള്ളൂടാണ് പിടിക്കടാ. ആ ഡ്രോപ്പ് എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് മതി. ആ ഡ്രോപ്പിന്റെ ഉള്ളിൽ എങ്ങനെ പോയാലും ടോപ്പ് ചെയ്യാം. ആരപ്പോ ചലന്തേനാട്ടെ. സാസ്കി ഇടയ്ക്കിടയ്ക്ക് വിടുന്നില്ലേ ചലന്തി. കോമഡി ഒന്നായിരിക്കും. Please help me.
Double takedown. എന്നെ രക്ഷിക്കറാ. ഡാ എടാ ഞാനിവിടെ എടുക്കണ്ടാ. ഞാൻ തൊട്ടെടുത്താടാ. നീയൊക്കെ ചത്തു പണ്ടാരടങ്ങൂടാ. ചത്തു പണ്ടാരടങ്ങൂടാ. ഇവൻ ചാടിയ ആ പടുതാളെല്ലാവരും തോക്കും. എടാ ചാടുന്ന 10 വട്ടം അങ്ങനെ കിടന്ന് ചാടി. അപ്പൊ ആൾക്കാരെല്ലാവരും തോറ്റിലെ ഏറ്റവും വലിയ പ്രോ. Geek wins. നീയാണ് തോറ്റിലെ ഏറ്റവും വലിയ പ്രോ. 4 ചാട്ടത്തിൻ്റെ ഉള്ളിൽ ഏസ് എടുക്കും. പറയല്ലോ. Who won this? കാരണം ഏറ്റവും ലാസ്റ്റ് എടുക്കണം ഞാൻ അഭിമാനം. ഉറപ്പില്ല ഞാൻ ആ ഡ്രോപ്പ് എടുക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഡ്രോപ്പിന്റെ അവിടെ 2 എനിമിയാണ് നിൽക്കണ്. അത് എടുക്കുകയാണെങ്കിൽ എന്നെ സമ്മതിക്കുന്നുണ്ട്. ആ ഡ്രോപ്പ് എന്തായാലും എടുക്കാൻ പോകുമ്പോൾ ഞാൻ ചാവും. അത് കാരണം ഞാൻ ആ ഡ്രോപ്പ് എടുക്കുന്നത് ഭയങ്കര എവിടെ നിന്നാണ് എടുക്കുന്നേ? അതിൻ്റെ ഉള്ളിൽ ക്രോസെക്സടാ വെറുതെ വന്നിട്ട് ഓടി വാടാ മാത്രം. ഞാൻ പറഞ്ഞ വീട്ടെടുത്തരാം. Double takedown. ഞാൻ അപ്പൊ അങ്ങോട്ട് ഓടിച്ചേരുന്ന അഭിമാനം. എന്തായാലും കളി ജയിച്ചോണ്ടേലും ഇങ്ങോട്ട് കേട്ടാ അതുകൊണ്ട് ഞാൻ ഇവിടെ പോയി. ഒരു സ്റ്റാറും കൂടി മതി നമുക്ക് കാര്യം ചെയ്യാം. ഇവനാണ് സാസ്കെ. ഇവനെ വിളിച്ചാലോ? I told you my invention would bring you booyah. ഇവനെ ഒന്നും ചെയ്യണ്ട. അവൻ കക്കാശിന്റെ ഇതൊക്കെ എടുത്തോണ്ട് അവതാറൊക്കെ എടുത്തോണ്ട് അവൻ കക്കാശിയുടെ അവതാറ്, സാസ്കയുടെ ബണ്ടില്, നറൂട്ടോയുടെ ബണ്ടിലുണ്ട്. ഇനി Free Fire India is set in a കണ്ട പറന്ന് പോണൊരു സാധനം കണ്ട. Let's test out അതിലാണ് നമുക്ക് കയറിയിരിക്കേണ്ടത്. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ മാച്ച്. ഇത് കഴിഞ്ഞ് നമ്മൾ നിർത്തും. ഗോക്കു പർപ്പിൾ മുടിയുള്ള ഗോക്കു. നമ്മൾ ഇന്ന് കണ്ടിരിക്കുന്ന ഒരു പുതിയ തരം ഗോക്കുവാണ്. നോക്കൂ, പർപ്പിൾ മുടിയുള്ള ഗോക്കു. ഓടാ അതിന്റെ ആസനമൊക്കെ ഒരു പ്രത്യേക കരിയുള്ളൂടാ. അൽഫാം പോലെ മുറിച്ചെടുക്കാം എന്റെ ആസനമൊക്കെ. ചക്ക കുറച്ച് സീനായി പോയി. എന്ത് ചെയ്യേ? ഇനി ഓടാൻ നിന്നെ കൊണ്ടാവില്ലടാ. കേട്ടോ അത് ഹെൽപ്പ് ചെയ്യട്ടെ. എന്നൻപനെ പോലെ ആരുമില്ലേ இந்த ഭൂമിയില്. നിങ്ങളുടെ നൻപന്റെ പേര് പറയും. എന്നിട്ട് നിങ്ങളുടെ നൻപന്റെ ഒരു സ്വഭാവത്തെ കുറിച്ച് ചെറിയൊരു ഡീറ്റെയിലിങ്. ആരെങ്കിലും ഒന്ന് ഓടിവാടാ. ഞാൻ അവിടെ ണ്ട് ഞാൻ നല്ല കളി കളിച്ചാണ്. നമ്മുടെ അവന്മാരിക്കാൻ പറ്റാത്ത എന്റെ പ്രശ്നമാണ്. അവിടെ ഇരുന്ന് എന്റെ കൂടെ വന്നാൽ മതി. നിങ്ങളൊക്കെ നിങ്ങളൊക്കെ നോക്കുമ്പോഴേ എന്റെ കൂടെ വന്നാൽ നിങ്ങൾ ജയിക്കും. എടുക്കായിരുന്നൂലേ? ഇവനാ ഒരു മൊണ്ണ നമ്പർ 1, മൊണ്ണ നമ്പർ 2, മൊണ്ണ നമ്പർ 3. ഇവനാണ് നമ്മളെ ചതിച്ചാളി. ഇവന് കാശി അങ്ങനെ എന്താണ്ട് ഒരു പേരുള്ള ഒരുത്ത്. അവിടെ നിങ്ങളൊന്നും എൻ്റെ അടുത്ത് പോലും വരില്ലടാ. നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. ഫ്രീ ഫയറിൽ ആരും എൻ്റെ അടുത്ത് വരും. ഹെൽപ്പ് എടാ അമ്മമാർക്ക് അവിടെ നിന്ന് എടാ അടിക്കടാ ഹാക്കറേ. അടിക്കാറില്ലേ ഡ്രാഗർ?
ഡ്രാഗൺ ഹാക്കർ എന്ന് പറയുന്ന ഇവനെ അടിക്കാറില്ലെന്ന് തോന്നുന്നുണ്ട് ഹാക്കർ രാഹുൽ ഹാക്കറാന്ന് പറഞ്ഞിട്ട് ഇതിന്റെ കാര്യം അടിക്കാൻ പോലും അടിക്കില്ല, അടിക്കുമ്പോഴേക്കും ഇനി മേടിച്ചു വിടും. 2 കില്ലടാ. ആ നല്ല 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 സമയടാ, നല്ല സമയം. 17 ഉണ്ടായിരുന്നു, ഇവിടെ ആയിരുന്നോ? അത്രേ ഉള്ളൂ. ആ മതി. ഒരു മിനിറ്റ്. ഷോ സ്പെഷ്യൽ അവനാണ് ഏറ്റവും കുറവ് കേട്ടൻ ചത്തേക്കുന്നത്. 2 കളി ഞാൻ എങ്ങനെയാടാ ചത്തേ? ഞാൻ 25 ആകുമ്പോഴുള്ളൂ. ഓ അവൻ ഈ കളി ചത്തില്ല. ദാറ്റ് എക്സ്പ്ലെയിൻസ് എവരിതിങ്. ഇവിടെ എന്തിനൊക്കെ എടുക്കണ്ടായിരുന്നു. MP40 ആണെന്ന് തോന്നുന്നുണ്ട്. ഡ്രോപ്പ് എടുക്കാൻ ഓടുന്നു, ഡ്രോപ്പ് എടുക്കുന്നു, തിരിച്ചോടി വരുന്നു. എനിക്ക് തച്ചുക പോലും വേണ്ട. എൻ്റെ ARMയിലെ മാന്ത്രിക കല്ല്. ARM കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കറിയില്ല. ARMയിലെ ഒരു മാന്ത്രിക കല്ല് ഭൂമിയിൽ വന്നിടിച്ചു. ആ ഒരു കല്ലാണ് അവിടെ ഇരിക്കുന്ന ആ ഒരു കല്ല്. അടിക്കാ നാട്ടാരെ വീട്ടാരെ രക്ഷിക്കണേ. Double takedown. ഞാൻ നോക്കുമ്പോ നോക്ക് ബൗൺസ് ചെയ്ത് കളിക്കണേ. ഞാൻ അവനെ അടിച്ചു, അവൻ എന്നെ അടിച്ചു. Don't worry, your time will come. നമ്മള് റിക്വസ്റ്റ് ഇട്ടാൽ എടുക്കും നോക്കാം. റിക്വസ്റ്റ് ഇടാൻ പറ്റുള്ളൂ. ഇപ്പൊ റിക്വസ്റ്റ് ഇട്ടുണ്ട്, എടുക്കോ നോക്കാം. ഒരു ഡബിൾ ഉണ്ടെങ്കിൽ സീനാണ്. ഡബിൾ ഉണ്ടെങ്കിൽ നമുക്ക് സീനായിട്ട് നോക്കാം. തോക്കാൻ വേറെ ആളെയൊന്നും വിളിക്കണ്ട. തോക്കുമ്പോഴൊരു മാന്യതൊക്കെ വേണം. എടാ അവൻ അവിടെ മരിച്ചിട്ടുണ്ടായിരുന്നു ഈ റൈഡന്മാരെ കൊണ്ട്. ആ റൈഡൻ എന്നെ മറ്റേ ചലഞ്ചിനിട്ട്. എനിക്ക് റൈഡന്മാർ ഇഷ്ടമല്ല, എന്നിട്ട് ഞാൻ റൈഡനാ. ഈ റൈഡന്മാർ ഭയങ്കര കഷ്ടമാണ്. റൈഡന്മാർ കുറെ സപ്പോർട്ട് കൊടുത്തു. ഇവിടെ റൈഡന് സപ്പോർട്ട് അവന്മാരൊക്കെ സ്കോഡായിട്ട് വന്നതാന്ന് തോന്നിട്ട് കേട്ടോ. ലോബിയിൽ സ്കോഡായിട്ട് വന്നതാ. അവര് അല്ലാണ്ട് വന്നതല്ല. അവര് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും കൂടി നല്ല കളികളാണ്. നല്ല ഫോണിൻ്റെ ഉള്ളിൽ വെച്ച് കളിച്ചത്. ഇവിടെ ഇവന്മാർക്കൊക്കെ കളിക്കാറില്ല. നമ്മുടെ ടീമിന് ഒരു ഓണത്തിന് കളിക്കാറില്ല. നിങ്ങൾ വേണമെങ്കിൽ ഞാനൊരു ബിസിനസ് പറഞ്ഞുതരാം. ഞാൻ ഇവന്മാരുടെ ഒരെണ്ണത്തിന് തരാം, നിങ്ങൾ വിറ്റോ, നല്ല കാശ് കിട്ടും. പറഞ്ഞില്ലേ, എന്നിട്ട് ഇവരുടെ കളിയൊന്നും ഇതുവരെ പുറത്തു വന്നുള്ള അത് കാരണം നല്ല പൈസ. ഇവന്മാരുടെ ഡയമണ്ട് അടിച്ചിട്ടുള്ള ആളാണതാ ഇങ്ങനെ. ഇവന്മാരുടെ ഡയമണ്ടാ അങ്ങനത്തെ മണ്ടയില്ലാത്തവന്മാരുടെ കളിയാ. ഡയമണ്ടിൽ തന്നെ അപ്പുറത്തെ ടീമിൽ ഇത്രയും പ്രോയും. അപ്പുറത്തെ ഡയമണ്ട് പ്ലേസൊക്കെ എന്ത് കളിയാടാ. അവരുടെ കളി കണ്ട് പഠിക്കും. നിങ്ങളുടെ ടീമിൽ തന്നെ Double takedown. ഒരുത്തരെങ്കിലും കളിക്കല്ലോ. എന്തായാലും നമുക്ക് ഈ ഒരു സ്റ്റാർ വരെ ഇവിടെ എത്തിക്കാൻ പറ്റുള്ളൂ. ഇത്രയും രൂപമാരാണ് വരണമെങ്കിൽ. എന്തായാലും അടുത്തത് എന്നിട്ട് ഞാൻ ഈ വീഡിയോ തീർത്തിട്ട് അങ്ങനെ എത്തിക്കാൻ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നാളെ ഒരു
ഡയമണ്ട് എത്തും. അപ്പൊ നമ്മൾ ബാക്കി ഹീറോയ്ക്കുള്ള ഇത് നടത്തും. അപ്പൊ എല്ലാവരും സ്റ്റേറ്റുണ്ട്. അവള് എന്തായാലും അവിടെ എത്തും. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട.